ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നൊരു പോമാണ്. ഇത് എഴുതിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ റോഡ് നോട്ട് ടേക്കൺ, അതായത് ഏത് റോഡ് തിരഞ്ഞെടുക്കും ഏത് റോഡ് തിരഞ്ഞെടുക്കത്തില്ല എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. ഇപ്പോൾ ഇവിടെ റോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്നൊരു ഡിസിഷനാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ശരിയായ ഡിസിഷൻ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തെറ്റായ ഡിസിഷൻ എങ്ങനെ എടുക്കാതിരിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു പോയമാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ സമ്മറി നോക്കാം. യു മസ്റ്റ് ഹാവ് ഹാഡ് ടു മേക്ക് ചോയ്സസ് സംടൈംസ്. ഡിഡ് യു എവർ ഫീൽ unsure of your choice? Was it because you didn't know what your choices would lead you to? The poet in the poem, the road not taken is the crossroad. There are two roads and he has to choose one. അതായത് ഇതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ പലപ്പോഴായിട്ട് പല ചോയ്സസുകളും വരും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ലൈഫിലൊരു ചോയ്സ് വന്നാൽ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ മതിയാവും. പക്ഷെ നമുക്കത് അറിയില്ല ഏത് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്താൽ ശരിയാവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചെറിയൊരു കൺഫ്യൂഷനാണ് ഇവിടെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയറ്റിൽ ഇത് റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഇതിലൊരു ക്രോസ് റോഡ്, അതായത് രണ്ട് റോഡുകൾ തിരിഞ്ഞു പോകുന്ന ഒരു ക്രോസ് റോഡിൻ്റെ മുമ്പിലാണ് പോയറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് റോഡിൽ കൂടെ പോയാൽ പെട്ടെന്ന് എത്തും, അല്ലെങ്കിൽ ഏത് റോഡാണ് വളരെ ഈസി ആയിട്ട് എത്തും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ റോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഡിസിഷനാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ, നമുക്കൊരു സെലക്ഷൻ്റെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പോയം ഒന്ന് വായിക്കാം. Two roads diverged in a yellow wood, and sorry I could not travel both. And we one travel I stood, and looked down one as far as I could. Two were it bent in the undergrowth, then took the other as just far fair. And having perhaps the better claim, because it was grassy and wanted wear. Though as for that, the passing there had warned then really about the same. And both at morning equally lay, in leaves not step had trodden black. Oh, I kept the first for another day, yet knowing how way leads on the way. I doubted if I should ever come back. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took one less travelled by, and that has made all the differences. റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പം നമുക്കിനി ഈ ഒരു പോയത്തിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഇതിലാദ്യം പറയുന്നത് ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ യെല്ലോ വുഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു യെല്ലോ വുഡ് ഉദ്ദേശിക്കുന്നത് വളരെ തിങ്ങി നിറഞ്ഞ മരങ്ങളുള്ള രണ്ട് റോഡുകൾ തമ്മിൽ ഡൈവേർജ്ഡ് ആവുന്ന ഒരു സ്ഥലം, അവിടെ അദ്ദേഹം വന്ന് നിൽക്കുകയാണ് അല്ലേ. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. പക്ഷെ ഒരേ സമയം രണ്ട് റോഡിലേക്ക് കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാവൽ ചെയ്യാൻ പറ്റൂല. ആൻഡ് ബി വൺ ട്രാവലർ ലോങ് ഐ സ്റ്റൂഡ്, ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ്, ടു വേർ ഇറ്റ് ബെൻ ഇൻ ദ അണ്ടർഗ്രോത്ത്. അങ്ങനെ ആദ്യം അതിൽ ഒരു റോഡിൽ കൂടെ അദ്ദേഹം പോയി. പക്ഷെ കുറച്ച് നടന്നപ്പോൾ അത് വീണ്ടും ബെൻഡ് ചെയ്യുന്നിടത്ത് വീണ്ടും ഒരുപാട് ദൂരം കിടക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. Then took the other as fair, and having perhaps the better claim. അങ്ങനെ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം മറ്റേ റോഡ് ചൂസ് ചെയ്തു. ആൻഡ് ഹാവിങ് perhaps the better claim because it was grassy and wanted wear. പക്ഷെ ആ റോഡ് വളരെ പുല്ലും വളരെ കാടും നിറഞ്ഞ രീതിയിലായിരുന്നു ആ ഒരു റോഡ്. Though as far that passing there had warned the really about the same. പക്ഷെ കുറച്ച് ദൂരം പോയപ്പോൾ മറ്റേ റോഡ് പോലെ തന്നെ അദ്ദേഹത്തിന് തോന്നി, ഇതും ഒരുപാട് ദൂരമുണ്ട്. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോബിൾ ബ്ലാക്ക്. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ദ വേ. ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, അദ്ദേഹം വീണ്ടും ആ റോഡിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, ആ റോഡിൽ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. ഐ കെപ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. എന്നിട്ട് എന്ത് ചെയ്തു, വേറൊരു ദിവസം ആ റോഡിൽ കൂടെ പോകാമെന്നുള്ള ഡിസിഷനിൽ അദ്ദേഹം എന്ത് ചെയ്തു, എത്തി. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ദ വേ ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. പക്ഷെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിനൊരു കൺഫ്യൂഷൻ വന്നു. അതായത് ഈ റോഡിൽ കൂടെ തന്നെ പോയി, പക്ഷെ ഇനി ഒരിക്കലും ആ റോഡിൽ കൂടെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ, എനിക്കിനി തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. ഐ ഷാൽ ബി ടെല്ലിംഗ് ദിസ് വിത്ത് എ സൈ സംവെയർ ഏജസ് ആൻഡ് ഏജസ് ആൻഡ് ടു റോഡ്സ് ഡൈവേർജഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണെന്ത്, ഇനിയിപ്പം ഈ റോഡിൽ കൂടെ തന്നെ ഞാൻ വീണ്ടും പോവുകയാണെങ്കിൽ തന്നെ എന്താണ്, അത് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേനെ, അവിടെ എത്താൻ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ട്രാവൽ ചെയ്ത റോഡിൽ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. ടു റോഡ്സ് ഡൈവേർജഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. അങ്ങനെ രണ്ട് റോഡുകൾ എന്താണ് ഡൈവേർഷൻ ആവുന്ന ആ ഒരു ചെറിയൊരു കാട്ടിൽ അദ്ദേഹം വന്നു നിന്നു. ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തു എന്താണ്, വളരെ ചെറിയ ദൂരം സഞ്ചരിക്കുന്ന റോഡ് അദ്ദേഹം തിരഞ്ഞെടുത്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസസ്. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്, എല്ലാ ഡിഫറൻസസും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചോയ്സാണ്. അപ്പം നമുക്ക് എന്താണ് ഈസി, നമുക്ക് ഏതാണോ എളുപ്പം ആ വഴി തിരഞ്ഞെടുക്കുക എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. അപ്പം ഈ ഒരു യെല്ലോ വുഡ്, ടു റോഡ്സ് ഡൈവേർജഡ് ഇൻ എ യെല്ലോ വുഡ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചോയ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം. ഡിഗ്രിക്ക് നിങ്ങൾ കൊമേഴ്സിന് പോവോ അല്ലെങ്കിൽ BAക്ക് പോവോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സംശയമാണ് ഇവിടെ റോഡിൻ്റെ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫിൽ തിരഞ്ഞെടുക്കുക എന്നാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.